ഹലോ കൂട്ടുകാരെ, അങ്ങനെ സ്റ്റാൻലിയും മൗതക്കുട്ടി ചായനും തമ്മിൽ ഒരു വാക്പോര് തന്നെ ഉണ്ടാവുകയാണ്. കാരണം മൗതക്കുട്ടി ചായൻ അലീനയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അനാവശ്യമായിട്ടുള്ള സപ്പോർട്ടാണെന്നാണ് സ്റ്റാൻലി പറയുന്നത്. അപ്പോൾ മൗതക്കുട്ടി ചായൻ പറയും, ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി, ഞാനാണ് നിൻ്റെ അപ്പൻ, അല്ലാതെ നീയല്ല എൻ്റെ അപ്പൻ. പിന്നെ ഞാനും ചിന്നമ്മയും ഇന്ന് മുതൽ ഒരു സെറ്റാണ്, ഒരു കൂട്ടാണ്. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ നീ അനുസരിക്കുക, അല്ലാണ്ട് നീ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് മൗതക്കുട്ടി ചായൻ സ്റ്റാൻലിയുടെ വായടപ്പിക്കുകയാണ്. പിന്നെ കടയിൽ നിന്ന് വരുന്ന ബാലേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന കൃഷ്ണമോളാണ്. ആ ബാലൻ്റെ നൃത്തം കണ്ടപ്പോൾ തന്നെ കൃഷ്ണമോൾക്ക് മനസ്സിലായി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, അച്ഛൻ കുടിച്ചിട്ടുണ്ടോ എന്ന്. ബാലൻ ചോദിക്കുകയാണ്, കള്ളാണോ മോളെ അത് വെള്ളാണോ? രണ്ടും. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണയ്ക്ക് ആകെ സങ്കടമായി. കൃഷ്ണ പറയാം, വേണ്ടിയിരുന്നില്ല അച്ഛൻ ഇങ്ങനെ കുടിച്ചിരുന്നത്, പിന്നെ അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ കുടിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയനെ കാണുകയാണ്. അപ്പോൾ വൈജയൻ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കുടിച്ചത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വൈജയനെ കളിയാക്കുകയാണ് ബാലചന്ദ്രൻ. നീ എന്താ വിചാരിച്ചു ഞാൻ എല്ലാം മരിച്ചു കിടക്കുമെന്നോ? ഞാനിനി ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുമെന്നോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബാലചന്ദ്രൻ്റെ ഒരു പോക്കാ പോവുക, അതിന് അവസാനത്തെ പോക്കായിരിക്കുമെന്ന് പറയണം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വൈജയ്ക്ക് വളരെ വിഷമവും വൈജ അവിടെ നിന്ന് കരയുകയും കാണിക്കുകയാണ്. ഇത്രയാണ് നാളത്തെ എപ്പിസോഡ്.